ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശ്രീനിസാന് വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് വേദയാണ്. അത് ശ്രീധരൻ തേരാട്ടിന് വേണ്ടിയിട്ടാണ് അയച്ചിരിക്കുന്നത്. അതായത് മാർക്കറ്റിൽ ചില സംഘർഷങ്ങളൊക്കെ ശ്രീനിസാറും അയാളുടെ പാർട്ടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് 5 പേർ മരണപ്പെടുകയും പിന്നെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കേസാണ് ശ്രീനിസാറിനെതിരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നീ 10 ദിവസത്തിനകം ഈ നഷ്ടപരിഹാരങ്ങളൊക്കെ പരിഹരിച്ച് ഒരു തുക നൽകണമെന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് വക്കീൽ നോട്ടീസിൽ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ശ്രീനിസാറിന് വളരെയധികം ദേഷ്യം വരികയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം, ഈ വക്കീൽ നോട്ടീസ് എടുത്ത് വായിച്ച് നോക്കാനൊക്കെ ദേഷ്യത്തിൽ പറയുകയാണ്. അപ്പോൾ പുളിക്കലടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം വിക്രമിൻ്റെ ഭാര്യ വേദയാണ്. അവൾ കളി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളുടെ കളിയൊന്നും എൻ്റെ കൂടെ നടക്കില്ലെന്ന് ശ്രീനിസ പറയുകയാണ്. അപ്പോൾ പുളിക്കനോട് ശ്രീനിസ പറയുക, നീ എത്രയും പെട്ടെന്ന് വിക്രമിനെ വിളിച്ച് കാര്യങ്ങളെ പറയുക, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നൊക്കെ പറയാനായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞ് വേദ ശ്രീജയും കൂടി ബാങ്കിലോട്ട് പോവുകയാണ്. അതായത് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീ ഫുഡ്സ് എന്ന പേരിലാണ് ഒരു സംരംഭം ശ്രീജ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജറെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ 10 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് പറയുകയാണ്. സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മാനേജർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യ ഗഡുവായിട്ട് 50,000 രൂപ തരാമെന്നൊക്കെ മാനേജർ പറയുകയാണ്. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് വേണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഇട്ട് നിങ്ങൾക്ക് സംരംഭം തുടങ്ങാമെന്ന് പറയുകയാണ്. അപ്പോൾ വേദയ്ക്കും വലിയ സന്തോഷമാണ്. എന്നിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരെ ശ്രീജ വീട്ടിൽ വന്നിട്ട് വിശ്വത്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വിശ്വത്തിന് വളരെയധികം സന്തോഷമാവുകയാണ്. അപ്പോൾ വിശ്വത്തിനോട് ശ്രീജ ചോദിക്കുകയാണ്, നമുക്ക് പേര് നമ്മുടെ മോളുടെ ഇട്ടാലോ എന്ന് ചോദിക്കുകയാണ്. ആ പേരൊന്നും വേണ്ട, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും അവളെ എല്ലാവരും കൂടെ പഴിച്ചായിരുന്നു, എൻ്റെ പേര് തന്നെ നല്ലതെന്ന്, അതിനൊരു ഐശ്വര്യം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. ഈ സംരംഭത്തിൽ നമ്മൾ ജയിക്കുമെന്ന്, ഇനി മാസം തോറും ഒരു എമൗണ്ട് എനിക്ക് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നൊക്കെ വിശ്വം വളരെ സന്തോഷപൂർവ്വം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീജയ്ക്കും വളരെയധികം സന്തോഷം. നമ്മളെ അത്രമാത്രം അധിക്ഷേപിച്ചിട്ടുണ്ട് ഓരോരുത്തരും. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിക്കണമെന്നും ശ്രീജയും വിശ്വവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വേദയാണ് കാണിക്കുന്നത്. അപ്പോൾ വേദ വക്കീൽ ഓഫീസിൽ വരുന്ന സമയത്ത് വിക്രം അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ വിക്രമസ്വാമി എന്താണ് എന്നെ കാത്തു നിൽക്കുന്നത്? അപ്പോൾ വിക്രം കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ശ്രീനിസാറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ അയച്ചിരുന്നു എന്ന് പറയാം. എന്തിനാണ് അയച്ചതെന്ന് ചോദിച്ചു. അത് എൻ്റെ ജോലിയാണ്. അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് വന്ന് പറഞ്ഞു അയക്കാൻ പറഞ്ഞു, അയച്ചു. ഇനി അയച്ചിട്ട് അതിൻ്റെ ഉള്ള കാലാവധിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാത്ത പക്ഷം ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ എന്ന് വേദ പറയുകയാണെങ്കിൽ നീ പണി നിർത്തിക്കോളാൻ പറയണു. പിന്നെ ഞാൻ ഈ പണി നിർത്താനൊന്നും പോകുന്നില്ല, എന്നെ ആരും അങ്ങനെ നിർത്തിക്കാനും നോക്കണ്ട, ആദ്യം ഗുണ്ടാ പണി നിർത്തി, എന്നിട്ട് എൻ്റെ പണി നിർത്തുന്ന കാര്യമൊക്കെ ചോദിക്കുക. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഇത്രയും ഒരു ജോലിയിൽ എത്തപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ വേദ പറയുകയാണ്. വേദ, നീ ജോലി ചെയ്യുന്നതിന് എനിക്ക് തടസ്സമില്ല, പക്ഷേ ശ്രീനിസാറിനെതിരെ നീ കളിക്കാൻ നിൽക്കരുത്, അത് വലിയ പുള്ളിയാണെന്നൊക്കെ വിക്രം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വലിയ പുള്ളിയായാലും ചെറിയ പുള്ളിയായാലും എനിക്ക് എങ്ങനെ നേരിടാമെന്നൊക്കെ അറിയാമെന്ന് വേദ പറയുകയാണ്. പിന്നെ മാർക്കറ്റിൽ ഉണ്ടായ സംഘർഷങ്ങളൊക്കെ എല്ലാം ആ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ മുന്നോട്ട് പോവുക തന്നെ എന്നും പറയുകയാണ്. പിന്നെ ആ മാർക്കറ്റിൽ നടന്ന സംഭവത്തിൽ കുറച്ച് കക്ഷികളെ കൂടി ചേർക്കാനുണ്ടെന്നൊക്കെ വേദ പറയുകയാണ്. അതിൻ്റെ അന്വേഷണമായിട്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോവുകയാണെന്നും പറയുകയാണ്. നിങ്ങൾ പൈസ പിരിക്കാനല്ലേ മാർക്കറ്റിലോട്ടൊക്കെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്ത് പൈസ പിരിക്കാൻ, നാണമില്ലേ എന്നൊക്കെ വേദ ചോദിക്കുകയാണ്. എന്തിനാണ് നാണിക്കുന്നത്? ശ്രീനിസ പലിശയ്ക്ക് കൊടുത്ത പണമാണ് തിരിച്ചു വാങ്ങുന്നതൊക്കെ വിക്രം പറയുകയാണ്. 900 രൂപ കൊടുത്തിട്ട് 1000 രൂപ വാങ്ങുന്നതാണോ നിങ്ങൾ കൊടുക്കുന്ന പണമൊക്കെ? അതൊക്കെ കഷ്ടം തന്നെ എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ പലിശ വാങ്ങരുതെന്ന് നിങ്ങളുടെ ശ്രീനിസാറിനോട് ചെന്ന് പറയാനായിട്ടൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ നീ കേസിൽ നിന്ന് പിന്മാറില്ല എന്നാണോ നിൻ്റെ തീരുമാനമെന്ന് ചോദിക്കുകയാണ്. അതേ, ഞാൻ പിന്മാറില്ല എന്ന് എന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് വേദ പറയുകയാണ്. പക്ഷേ വിക്രം അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് വേദ വിക്രമിനോട് ചോദിക്കുകയാണ്, ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യുക, അതാണ് നല്ലത്, ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കോളാം, വിക്രമിൻ്റെ വഴിക്കും പൊയ്ക്കോളൂ എന്നൊക്കെ പറയുകയാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്ന് അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച കേസിൻ്റെ പുറകെ ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ഒന്ന് ഞെട്ടുകയാണ്. എന്താണ്? അപ്പോൾ ആ ബാഗിൽ മയക്കുമരുന്ന് വെച്ച് ആരാണെന്ന് വിക്രമിന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. എന്തായാലും വിക്രമിന് അത് അറിയായിരിക്കും. വിക്രമിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ് വിക്രം മിണ്ടാതെ നിൽക്കുന്നതെന്നും വേദ
പറയുകയാണ്. അപ്പോൾ ആരാണെന്നൊന്ന് പറയൂ എന്ന് വേദ ചോദിക്കുകയാണ്. പക്ഷെ ഒരു മറുപടിയും പറയാതെ വിക്രം ബൈക്കിൽ കയറി പോവുകയാണ്. എന്നിട്ട് നേരെ വിക്രം ചെന്നത് ശ്രീനിസാറിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ശ്രീനിസ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ മനഃപൂർവ്വമാണോ ഈ വക്കീൽ നോട്ടീസ് അയച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ അവളോട് സംസാരിച്ചിരുന്നു എന്ന് വിക്രം പറയുകയാണ്. ഇപ്പോൾ വിക്രം സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കേസ് എങ്ങനെ തുടങ്ങി വെച്ചോ അതിൽ നിന്ന് എനിക്ക് ഊരി വരാനായിട്ട് അറിയാമെന്ന് പറയുകയാണ്. ഞാൻ ഡയറക്റ്റ്ലി ഈ കേസിൽ ഒന്നിലും ഇടപെട്ടിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും വിക്രമായിരുന്നു നേതൃത്വം എന്നറിയാമല്ലോ. അത് എനിക്കറിയാം സാർ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഈ കേസിൽ നേരിട്ടോളാം എന്നൊക്കെ വിക്രം പറയുകയാണ്. പിന്നെ വേദയുടെ കാര്യം, വേദയെ നമ്മളൊന്ന് കരുതിയിരിക്കണം. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും വേദ അറിയുന്നുണ്ട്. അന്ന് ആ സമരപന്തലുണ്ടായ സംഭവം തന്നെ എടുത്തു നോക്കൂ വിക്രം, അതെങ്ങനെയാണ് വേദ കൃത്യസമയത്ത് അവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ സ്ഥാപനമല്ലേ, അപ്പോൾ അവൾക്ക് അതിൽ പങ്കില്ല. അപ്പോൾ ആ സ്ഥാപനത്തിലൊരു പേരുദോഷം വരരുത് എന്നുള്ള കാര്യം കൊണ്ടായിരിക്കും അവൾ അവിടെ വന്നതെന്നൊക്കെ വിക്രമിനോട് ശ്രീനിസ പറയുകയാണ്. പിന്നെ എല്ലാ അർത്ഥത്തിലും വിക്രമിനെ പൂട്ടിയിരിക്കുകയാണ് വേദ. ഇപ്പം തന്നെ കണ്ടില്ല, ഇതാ മാല ഇടിച്ച് വിക്രമിനെ ആ മല ചവിട്ടിപ്പിക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വീട്ടിൽ ഒരുപാട് നാളായിട്ട് ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കുന്ന ഇടയിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ മാത്രമല്ല നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമെന്ന് ശ്രീനിസ പറയുകയാണ്. തൻ്റെ ഭാര്യ പറയുകയാണ്. അപ്പോൾ എന്താ വിക്രം എല്ലാ കാര്യത്തിലും വേദയോട് ഒരു അനുകൂല സമീപനമാണല്ലോ വിക്രം കാണിക്കുന്നത്, എന്താ ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയോ എന്നൊക്കെ സുധ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം അതിനൊന്നും മറുപടി പറയുന്നില്ല. ചേച്ചി അങ്ങനെയൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ അവളോട് ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്നും വിക്രം പറയുകയാണ്. അപ്പോൾ പുള്ളിക്കൽ അവിടെ കിടന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം സ്വാമി എല്ലാം വേദ ചെയ്യുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയുകയാണ്. എല്ലാം ശ്രീനിസാറിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ വേദ ചെയ്യുന്നത്, ഇനിയിപ്പോൾ വല്ല കുഴപ്പം ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനിസ വീണ്ടും പറയുകയാണ്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല, ഇതെങ്ങനെ കളി മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയാമെന്നും പറയുകയാണ്. എന്നിട്ട് വിക്രം തൊഴിലാളി സമരത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ സംഭവത്തിൽ വേദ അവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നല്ലെന്നൊരു ഫോൺ കോൾ വന്ന ശേഷമാണ് വേദ അവിടെ എത്തിയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഫോൺ കോളോ അതെന്താണെന്ന് ചോദിക്കുകയാണ് ശ്രീനിസ. അത് ശ്രീകാന്തും അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കേസ് ദീപ്തി അറിയുകയും അപ്പോൾ ദീപ്തിയാണ് വേദയെ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ വിക്രം പറയുകയാണ്. അതായത് ഈ തൊഴിലാളി സമരത്തിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു സംഘർഷം ഉണ്ടാകുമെന്നും അപ്പോൾ പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടാകുമെന്നൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ദീപ്തി കേട്ട് വേദയോട് പറയുകയാണ്. അങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദീപ്തി അവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ച നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശ്രീകാന്ത് അറിഞ്ഞതെന്ന് എനിക്കറിയില്ലെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കാമെന്ന് ശ്രീനിസ പറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് പുളിക്കനെ വിളിച്ച് ചോദിക്കുകയാണ്. കാരണം പുളിക്കനാണല്ലോ ശ്രീകാന്തിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അയ്യോ സാറേ ഞാനല്ല, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുക. നീ എന്നെ പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, നീ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറയണോ, ഞാൻ അതെന്തായാലും ആരാണെന്നുള്ള കണ്ടുപിടിച്ച് തരാമെന്ന് പുള്ളിക്കൻ പറയുകയാണ്. ഇത് കഴിഞ്ഞ് വേദ വക്കീൽ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വിനായകൻ വരികയാണ്. എന്നിട്ട് അവിടെ കൂടെ ഇരിക്കുന്ന വക്കീലിനോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നേരത്തെ പോവുകയാണ്, അപ്പോൾ ഒരു കേസിൻ്റെ തീർപ്പുണ്ടെന്നും അത് വെളിയിൽ വെച്ച് പരിഹരിക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിനായകൻ കാത്തു നിൽക്കുകയാണ്. എന്താ വേദ ഇവിടെ വരാനായിട്ട് പറഞ്ഞത്? അത് ഞാൻ പറയാമെന്ന് പറയുകയാണ്. നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഓട്ടോയില്ലോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയ്യോ വിനായകേട്ടൻ പേടിക്കണ്ട, ഞാൻ കൊല്ലാനൊന്നും അല്ല കേട്ടോ കൊണ്ടുപോകുന്നത്, അപ്പോൾ ഒരു സ്ഥലം വരെ നമുക്ക് പോകാം, എത്രയായാലും ഞാൻ അനിയൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഇവിടെ വേണം വരാമെന്നൊക്കെ വിനായകനും പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും പുറപ്പെടുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.